എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് വരാനിരിക്കുന്ന കഥയാണ്. ഏതായാലും അലീനയും സ്റ്റാൻലിയും വല്യപ്പച്ചനും കൂടി തോട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് എൽസമ്മ എന്ന് പറയുന്നത് സ്റ്റാൻലിയുടെ വൈഫാണ്. വൈഫിൻ്റെ ചേച്ചി വന്ന് കുറച്ച് ബഹളമൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അലീന ഇവിടെ നിർത്തിയതിന്. പക്ഷേ അതിന് തക്കതായ മറുപടി കൊടുത്ത് സ്റ്റാൻലി പറഞ്ഞു വിടുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ ഇത്രയും കാലം എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് കഴിഞ്ഞോളും. അതിൻ്റെ അകത്ത് റീതാമ്മ ഇടപെടണ്ട എന്ന് പറയുന്നുണ്ട്. ഈ എൽസമ്മയെ ഊറ്റി ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഏതായാലും ആ കഥ നമുക്ക് പിന്നെ പറയാം. അങ്ങനെയെല്ലാം നടന്നതിന് ശേഷം അലീനയ്ക്കൊരാഗ്രഹം, സ്റ്റാൻലിയുടെ തറവാട്ടി വീട്ടിൽ പോകണം, അവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അലീന ഈ ഒരു ആവശ്യമായിട്ട് സ്റ്റാൻലിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. സ്റ്റാൻലി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഈ ആവശ്യം പറയുന്നു. അന്നേരം ഒരു ദാക്ഷിണ്യമില്ലാണ്ട് സ്റ്റാൻലി പറയുവാണ് വേണ്ട, അങ്ങോട്ട് പോകണ്ട എന്ന്. അന്നേരം അതെന്താ പപ്പ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. പിന്നെ കുറച്ചേരം അവിടെ നിന്ന് വിഷമിച്ചിങ്ങനെ നിന്നിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാണ്. ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്റ്റാൻലി ഡൈനിങ് ഹാളിലോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം അലീനയില്ല, വല്യപ്പച്ചനുമില്ല. അന്നേരം ഭക്ഷണമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻ്റപ്പനോട് ചോദിക്കുമ്പോൾ അവരെന്തി എന്ന് ചോദിക്കുമ്പം കുഞ്ഞിങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നില്ല എന്ന് പറയുന്നു. അന്നേരം വല്യപ്പച്ചൻ അങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ വല്യപ്പച്ചനോട് ചോദിക്കും എന്താ അലീന ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ക്ലോക്കയിൽ 8:30 ആയിട്ടില്ല, അത് അരമണിക്കൂർ സ്ലോയാണ്, അതുകൊണ്ട് അവൾ കുറച്ച് കഴിഞ്ഞ് വരുവുള്ളൂ എന്ന് പറയും. അന്നേരം സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. നേരത്തെ ചോദിച്ചതിന് അങ്ങനെ ഒരു മറുപടി കൊടുത്തതിൻ്റെ പരിഭവമാണ് ഈ കാണിക്കുന്നത് എന്ന്. അന്നേരം അപ്പച്ചൻ കഴിക്കുന്നില്ല കഴിയുമ്പോൾ ഞാൻ അവളുടെ കൂടെ കഴിച്ചോളാം, അല്ലെങ്കിൽ അവൾ തനിച്ചായി പോകും എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലിക്ക് മനസ്സിലായി രണ്ടുപേരുടെ ഒത്തുകൊണ്ടുള്ള കളിയാണ് എന്ന്. സ്റ്റാൻലി ഒന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. എന്നത്തെയും അത്രയും കഴിക്കുന്നില്ല. അലീന അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ആകെ വിഷമം സ്റ്റാൻലിക്ക്. അത് പുറത്ത് കാണിക്കുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. അന്നേരം ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ സാബു കുറച്ച് കഴിച്ചത് എന്ന്. അന്നേരം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴും ഇത് തന്നെ അവസ്ഥ കേട്ടോ. സ്റ്റാൻലി തനിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കുറച്ച് കഴിക്കും, അത് കഴിഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്നതൊന്നും അങ്ങ് ശരിയാകുന്നില്ല. വൈകിട്ടാകുമ്പം സ്റ്റാൻലിനെയും അലീനയുടെ റൂമിൽ ചെല്ലും. റൂമിൽ ചെന്നിട്ട് അവിടുത്തെ ക്ലോക്കിലേക്ക് നോക്കുന്നു. അതിൽ അരമണിക്കൂർ സ്ലോ ആക്കി വെച്ചേക്കുവാണ്. സ്റ്റാൻലി അതെടുത്ത് കറക്റ്റ് ആക്കി വയ്ക്കും. എന്നിട്ട് ഇത് കറക്റ്റാണ്, ഇനി ഭക്ഷണം കഴിക്കാൻ വന്നേരെ, ഇനി സമയം മാറി പോകണ്ട എന്ന് പറയുക. പക്ഷേ അലീന ചെല്ലുന്നില്ല. കുറേ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പം സ്റ്റാൻലി ഡൈനിങ് ഹാളിൽ വന്ന് നോക്കുന്നു. അന്നേരം അലീനയില്ല. ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും. അന്നേരം ആൻ്റപ്പന് മനസ്സിലായി ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇനി വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആൻ്റിപ്പൻ പോയി അലീനയോട് പറയുന്നുണ്ട് സാബു ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് കഴിച്ചില്ല, തിരിച്ചു പോയി എന്ന്. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമമായേ. പപ്പ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതൊന്നും അലീനയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അലീന സ്റ്റാൻലിയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. അന്നേരം സ്റ്റാൻലി മദ്യപിക്കാൻ വേണ്ടി കുപ്പിയും ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒഴിച്ച് വെച്ചിട്ട് കുടിക്കാൻ തുടങ്ങുവാണ്. എന്തെങ്കിലും അലീന ഓടി വന്ന് കൈ പിടിക്കും. വേണ്ട പപ്പ, മദ്യപിക്കണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഞാൻ ആ പപ്പയുടെ കൂടെ വന്നിരിക്കാം എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാനിന്ന് കഴിക്കുന്നില്ല എന്ന് പറയും. എന്നാൽ സോറി പപ്പ, ഞാൻ പപ്പയുടെ വഴക്കിന് നിൽക്കുന്നില്ല, പപ്പ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടോളാം, ഞാൻ പപ്പയുടെ തറവാട്ടിലോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിന്നോളാം, പപ്പ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുമ്പോഴും വാശിയാണ് സ്റ്റാൻലിക്ക്. വേണ്ട, ഞാൻ വന്നില്ല, എനിക്കിന്ന് വേണ്ട എന്ന് പറഞ്ഞ് ആ ഒഴിച്ച് വെച്ചിരുന്ന മദ്യം അങ്ങ് കുടിക്കുവാണ്. അന്നേരം ഭയങ്കര വിഷമമാവുന്നു കേട്ടോ അലീനയ്ക്ക്. രണ്ടാമത് കഴിക്കാൻ വേണ്ടി ഒഴിക്കുമ്പോഴത്തേക്കും കയ്യെ കയറി പിടിക്കും. ഞാൻ സോറി പറഞ്ഞില്ലേ പപ്പ, ഇനി ഇങ്ങനെ ചെയ്യല്ലേ, ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല, എൻ്റെ ഒരു ആഗ്രഹവും ഞാനിനി പറയില്ല, ഞാൻ അനാഥയായിട്ടല്ലേ വളർന്നത്, ഇങ്ങനെ കുറേ ബന്ധുക്കളുണ്ട് എന്ന് പറഞ്ഞപ്പം അവരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ വരുവാണ് പറയുമ്പം. അന്നേരം സ്റ്റാൻലിക്ക് വിഷമമായേ. കാരണം ഇത്രയും നാളും 10-23 വർഷം അനാഥാലയത്തിൽ ജീവിച്ച ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹമാണല്ലോ ഈ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ. അന്നേരം സ്റ്റാൻലി മദ്യപിക്കുന്നത് നിർത്തിയിട്ട് അലീനയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുവാണ്. അവിടെ ചെന്ന് രണ്ടുപേരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വല്യപ്പച്ചനും ഉണ്ട്. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട് അവൾക്ക് നമ്മുടെ തറവാട്ടിലോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് സാധിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് സ്റ്റാൻലി പറയും. അതിൻ്റെ കാരണം എന്താണ് എന്ന് വല്യപ്പച്ചൻ ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവളെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുകയില്ല, അവർ കുത്തുവാക്ക് പറയും, അങ്ങനെ പലതും അവൾ കേൾക്കേണ്ടി വരും, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് സ്റ്റാൻലി പറയും. അന്നേരം വല്യപ്പച്ചൻ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തിരിച്ചു പറയണം, അല്ലാതെ എന്നും ഇങ്ങനെ അകന്ന് നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയല്ലേ കാര്യങ്ങളെല്ലാം സോൾവായി പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴും സ്റ്റാൻലി വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അത് വല്യപ്പച്ചന് ഇഷ്ടമാകില്ല. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് വഴക്കാകും എന്ന് തോന്നുമ്പോൾ അലീന പറയും എന്തിനാ എൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നത്, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല, ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനി പ്രശ്നം ആക്കണ്ട, വല്യപ്പച്ചൻ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയും.
അന്നേരം അങ്ങ് മിണ്ടാതിരിക്കുന്നു. പക്ഷേ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വല്യപ്പച്ചനെ. ആകെ ദേഷ്യം വന്നു സ്റ്റാൻലിയോട്. ഏതായാലും ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നു. സ്റ്റാൻലി അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ പോകുന്നില്ല, ഉറപ്പായിട്ടും പോകുന്നില്ല, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് അങ്ങ് പോകുന്ന സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമം. അലീനയ്ക്ക് അതൊരു ആഗ്രഹമായിരുന്നല്ലോ എന്നോർത്ത്. അത് കഴിഞ്ഞ് സ്റ്റാൻലി അലീനയുടെ റൂമിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് അങ്ങ് പോകാം, ഞാനും കൂടെ വരാമെന്ന്. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായേ. അങ്ങനെ അവർ തറവാട്ടിലേക്ക് ചെല്ലുക. അവർ തറവാട്ടിലോട്ട് ചെന്ന് വണ്ടി നിർത്തുമ്പം ആദ്യം ഇറങ്ങുന്നത് ഔതുക്കുട്ടിച്ചായനാണ്. അന്നേരം ആൻസി ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് അപ്പച്ചൻ പോയിട്ട് എത്ര ദിവസമായി, ഇവിടെ റോബിച്ചനാണെങ്കിൽ ഒന്ന് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു, എന്തെങ്കിലും ഒരു സഹായത്തിന് ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് ഒറ്റ പോക്കങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് വണ്ടിയിൽ നിന്ന് സ്റ്റാൻലി ഇറങ്ങുന്നത് കാണുന്നത്. അന്നേരം അകത്തേക്ക് കയറി പോവേ. സ്റ്റാൻലിയെ ഭയങ്കര പേടി എല്ലാവർക്കും. ഏതായാലും അവർ 3 പേരുടെ ആ വീട്ടിലോട്ട് കയറി ചെന്നതിന് ശേഷം ഒരു മനുഷ്യർ പുറത്തോട്ട് വരുന്നില്ല. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അന്നേരം വല്യപ്പച്ചൻ പറയും, വല്ല ചായയോ കാപ്പിയോ ഒക്കെ വരുമോ എന്ന് നോക്കാം, അതിൽ നിന്ന് ഈ വീട്ടിലുള്ളവരുടെ മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയും. കുറേ നേരം ഇരുന്നിട്ടും ആരും വരാത്തതുകൊണ്ട് വല്യപ്പച്ചൻ അലീനയും കൊണ്ട് വല്യപ്പച്ചൻ്റെ റൂമിലേക്ക് പോകും. അവിടെ പോയി ഒരു ആൽബവും അതുപോലെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ഈ പറഞ്ഞ ചിന്നമ്മയുടെ ഈ 10-30 വയസ്സ് ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് അലീനെ. അന്നേരം അലീനയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ, ശരിക്കും എൻ്റെ ഷേപ്പാണല്ലോ ഈ വല്യമ്മച്ചിക്ക് എന്ന്. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കും. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒന്ന് വീടൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അന്നേരം ഷെറിൻ്റെ റൂമിൽ ചെല്ലുന്നുണ്ട്, ഷെറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻസിയോ വേറെ ആരും വരുന്നില്ല, ഉല്ലാസ വെള്ളം പോലും ഇവർക്ക് എടുത്ത് കൊടുക്കുന്നില്ല. ഈ സമയമെല്ലാം സ്റ്റാൻലി ഫ്രണ്ടിലെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പുറത്ത് പോയ റോബർട്ട് വരുന്നുണ്ട്. റോബർട്ട് കയറി വന്നതിന് ശേഷം സ്റ്റാൻലി കാണുമ്പോൾ, ഇച്ചായൻ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്, ഞാൻ എൻ്റെ മകളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ്, അവളുടെ പേര് അലീന എന്ന് പറയുമ്പം ഈ പേര് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ എന്ന് റോബർട്ട് പറയും. അവന് കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും ചുമ്മാ കുത്താൻ വേണ്ടി പറയുന്നതാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഈ പേര് നീ ഇതിനു മുമ്പ് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അതിൻ്റെ അപ്പനോട് ചോദിച്ചാൽ മതി, അപ്പം പറഞ്ഞു തരും എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ 2 ദിവസം ഇവിടെ നിർത്തിയിട്ട് പോകുവാണ്, അവളെ ആരെങ്കിലും നുള്ളി നോവിച്ചെന്നോ ഒരു കുത്തുവാക്ക് പറഞ്ഞ് കരയിപ്പിച്ചെന്നോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നീയൊക്കെ അറിയും എന്ന് പറയും. അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുക റോബർട്ട്. അന്നേരം സ്റ്റാൻലി പിന്നെയും പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ പറയണമെന്ന്. അന്നേരം റോബർട്ട് പറയും, തൊണ്ടയെ പഴുത്താൽ ഇറക്കാനല്ലേ പറ്റുള്ളൂ എന്ന്. അന്നേരം അത് നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങുന്നതിന് മുമ്പ് അലീനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെല്ലടിപ്പിച്ചാൽ മതി, ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അലീനയോടും അപ്പച്ചനോടും യാത്ര പറഞ്ഞ് സ്റ്റാൻലി അങ്ങ് പോവും. പോയതിന് കുറേ കഴിഞ്ഞ് ഉച്ചയായി. ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ടൈമായി കഴിയുമ്പം ആൻസിയും അതുപോലെ വീട്ടിലുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കും. വല്യപ്പച്ചനെ വിളിക്കുകയോ അലീനയെ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അന്നേരം വല്യപ്പച്ചൻ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആൻസി നല്ലത് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ആർക്കും വിളമ്പി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് വഴിയമ്പലമൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പച്ചന് വലിയ ദേഷ്യം വരും ഇതൊക്കെ കേൾക്കുമ്പം. അന്നേരം പറയുന്നുണ്ട്, ഇത് നിൻ്റെ കുടുംബ വീടല്ല, എൻ്റെ തറവാടാണ്, ഈ വീട്ടിൽ ആരൊക്കെ വരണം പോകണം എന്ന് മരിക്കുന്നത് വരെ തീരുമാനിക്കുന്നത് ഞാനാണ്, നിനക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞിനെ എങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. അന്നേരം അലീന വന്ന് വല്യപ്പച്ചനെ സമാധാനിപ്പിക്കും, അപ്പച്ചൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ്. ഏതായാലും അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് പോയി കഴിയുമ്പം അലീന അവിടുന്ന് തന്നെ ഭക്ഷണം വിളമ്പി അപ്പച്ചന് കൊടുക്കും. അന്നേരം അപ്പച്ചൻ ചോദിക്കും, നിനക്ക് നാണമില്ലേടി ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിക്കുമ്പം, ഞാൻ എന്തിനാ നാണിക്കുന്നത്, 10-23 വർഷം ഞാൻ അനാഥാലയത്തിൽ ഭക്ഷണം കഴിച്ചാൽ ജീവിച്ചത്, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു അപമാനമായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പച്ചന് ഭയങ്കര സങ്കടമാവുമേ. ഏതായാലും ഭക്ഷണം കഴിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഇത് ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും സാരമില്ല വല്യപ്പച്ച, നമ്മളിങ്ങനെ മുൻവിധിയോടെ ഒന്നിനും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനെ ഒന്ന് ആശ്വസിപ്പിക്കും അലീന. അതുപോലെ അലീന തനിയെ അടുക്കള കയറിയാണ് ഭക്ഷണം വിളമ്പാനായിട്ട് തുടങ്ങുന്നത്. അന്നേരം അടുക്കള മോശമായിട്ട് കിടക്കും കേട്ടോ. പച്ചക്കറി ഉണങ്ങിയത് തൊട്ടുള്ള സാധനങ്ങൾ പലതും മൂലയിൽ കിടക്കുന്നു. അതുപോലെ ഫുഡുണ്ടാക്കി ഭിത്തിയിലൊക്കെ തെറിച്ചിരിക്കുന്നത് അതുപോലെ കിടക്കുന്നു. തറയിൽ വീണത് അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുവാണ്. നല്ല ആധുനികമായ സൗകര്യങ്ങളുള്ള അടുക്കളയാണെങ്കിലും വൃത്തികേടായി കിടക്കുന്നു. അത് അപ്പച്ചനോട് പറയുന്നുണ്ട്, വല്യപ്പച്ചനോട്. വല്യപ്പച്ച, ഈ അടുക്കളയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, അറപ്പാകുമല്ലോ എന്ന് പറയുമ്പോൾ, ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന്. നിനക്കല്ലായിരുന്നു ഇവിടുന്ന് കഴിക്കാൻ
ആഗ്രഹം, ഇപ്പോൾ തീർന്നു ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഭക്ഷണം കഴിച്ച് വല്യപ്പച്ചനൊക്കെ പോയി കഴിയുമ്പം അലീന അടുക്കളയിലേക്ക് പണിക്ക് കയറുവാട്ടോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടി. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട് എന്താ ഇനി പരിപാടി എന്ന്. അന്നേരം എനിക്കിവിടെ ഇത്തിരി ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് അവളുടെ അടുക്കള വൃത്തിയാക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നേ, വല്യപ്പച്ചൻ അങ്ങ് ചെന്നാട്ടെ ഞാനിതൊന്നും ചെയ്യട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ അലീന ആ അടുക്കള വൃത്തിയാക്കാൻ തുടങ്ങുവാണ്. ഒരു മൂലയിൽ നിന്ന് ആ പരുവത്തിനാണ് കിടക്കുന്നത് അടുക്കള കേട്ടോ. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോബിച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഉച്ചമയക്കത്തിനായിട്ട് റൂമിലേക്ക് പോയ ആൻസിയും റോബിനും അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം റോബിൻ പറയുന്നുണ്ട് നീ അപ്പച്ചനോട് ആവശ്യമില്ലാതൊന്നും പറഞ്ഞേക്കരുത്, ഈ വീടും 1/2 ഏക്കർ സ്ഥലവും അപ്പച്ചൻ്റെ പേരിലാണ് കിടക്കുന്നത്. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചനത് ലാലിച്ചൻ്റെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങ് കൊടുക്കട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എടി ഈ സ്ഥലത്തിനും വീടിനൂടെ ഇപ്പോൾ എത്രയാണ് വില വരുന്നതെന്ന് നിനക്കറിയത്തില്ല, അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ അപ്പച്ചനോടും സംസാരിക്കുന്നുണ്ടായിരുന്നു ആൻസി. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട് ഈ വീട് എൻ്റെ പേരിലാണ്, ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, നിനക്കും എൻ്റെ ബാക്കിയോ നിൻ്റെ കെട്ടിയവനും ബാക്കിയോ ഉള്ളവർക്കെല്ലാം ഞാൻ നല്ല രീതിയിൽ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതാണ്, ഇതാർക്ക് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇറങ്ങിക്കോ എന്ന് വരെ അപ്പച്ചൻ പറഞ്ഞു നിർത്തിയേക്കുന്നതാണ്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിന് ശേഷം ആൻസി ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. ആ സമയം റോബിൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. വരുമ്പം കാണുന്നത് അടുക്കള വൃത്തിയാക്കുന്ന അലീനയാണ്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പം അലീനെ വിളിക്കും, അങ്കിൾ ഇങ്ങോട്ട് വന്നേ എൻ്റെ കൂടെ ഒന്ന് കൂടാവോ എന്ന് ചോദിച്ച്. വേറെ നിവൃത്തിയില്ല, ഭയങ്കര സ്നേഹത്തോടെ അലീനെ വിളിക്കുന്നു. എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? റോബിച്ചൻ ചെല്ലും. അന്നേരം ഫ്രിഡ്ജൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ കൂടാവോ എന്ന് ചോദിക്കും. അതൊക്കെ മാറ്റി വയ്ക്കാൻ കൂടുന്നുണ്ട് റോബിച്ചൻ. അതിൻ്റെ അടിയിലൊക്കെ നിറയെ അഴുക്കാട്ടോ, കുറേ കാലങ്ങൾക്ക് ശേഷം മാറ്റിയത് കൊണ്ട് അതിൻ്റെ അടിയിൽ എലി വരെ കൂട് കൂട്ടിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ കിടക്കുക. ഏതായാലും അതെല്ലാം വൃത്തിയാക്കുന്നു. കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ചെതറി കിടക്കുന്നത്, അതൊക്കെ ഓരോ സ്ഥലത്തെ അടുക്കി വയ്ക്കാനൊക്കെ റോബിച്ചനും കൂടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇത്തിരി സഹായം മതിയോ എന്ന് ചോദിക്കും. മതി എന്ന് പറയും. റോബിച്ചൻ അങ്ങ് പോകും. ഏതായാലും അടുക്കള നല്ല വൃത്തിയാക്കി 2 മണിക്കൂർ കൊണ്ട് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട് അലീന. ഇതെല്ലാം അങ്ങനെ സെറ്റാക്കി ഇട്ടിട്ട് അലീന അടുക്കളയിൽ നിന്ന് അങ്ങ് പോകുവേ. അത് കഴിഞ്ഞ് വൈകിട്ട് എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമല്ലോ ആൻസി വന്ന് അടുക്കള നോക്കുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ട് പോവുകയാണ്. ഇതെൻ്റെ അടുക്കള തന്നെയാണോ എന്നുള്ള രീതിയിൽ ആൻസി ഇങ്ങനെ നോക്കുക. അന്നേരം റോബിച്ചൻ വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു നിൻ്റെ അടുക്കള കിടന്നത്, നിൻ്റെ വായിലിരുന്ന ആ പുഴുത്ത വർത്താനം കേട്ടിട്ടും ആ പെങ്കൊച്ച് ഇതെല്ലാം ചെയ്തു വെച്ചു, അതിൻ്റെ ഒരു നന്ദി നിനക്ക് വേണം എന്ന് പറയുമ്പം തിന്ന ചോറിനുള്ള നന്ദി കാണിച്ചത് അവളെന്ന് ആൻസി പറയും. അന്നേരം റോബിച്ചൻ പറയുവാണ് പിന്നെ ലാലിച്ചിൻ്റെ മകൾക്ക് നിൻ്റെ ചോറ് കിട്ടിയിട്ട് വേണ്ടേ, നീ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ടാണ് റോബിച്ചൻ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ആൻസിക്ക് ചെറിയൊരു മയമൊക്കെ വന്നിട്ടുണ്ട്. അടുക്കള ഇതുപോലെ വൃത്തിയായ ആൻസി ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അലീന അവിടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി അപ്പച്ചനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ഷെറിനെ കൂടെ കൂട്ടുന്നുണ്ട്. ഷെറിനോട് കൂടുതൽ സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പയ്യെ ഷെറിനോടും കൂട്ടുകൂടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇനിയും യുദ്ധത്തിന് വേണ്ടി ആൾക്കാർ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത ദിവസം പറയാം.